കോഴിക്കോട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ഫുഡ് സ്പോട്ടുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം എത്തിയത് ഞങ്ങൾ അമ്മാസ് ഹോട്ടലാണ്. വരുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ ഇതുപോലെ കഞ്ഞിവെള്ളം കാര്യങ്ങളൊക്കെ തരും. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അസാധ്യ ഫുഡായിരുന്നു. ഞങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു. അതായത് നെയ്മീനും സ്രാവും ചെമ്പല്ലിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മീനായിരുന്നു. മെയിനായിട്ട് എടുത്ത് പറയേണ്ട അവിടുത്തെ ഗ്രേവിയാണ്. എന്നാൽ കണ്ടോ, ഞങ്ങൾ ഇലയാണെങ്കിൽ നക്കി വടിച്ചിട്ടാണ് അവിടുത്തെ പോയത്. ശേഷം ഞങ്ങൾ വൈകുന്നേരത്തോട് ചായ കുടിക്കാനായിട്ട് വന്നത് ഈ കാണുന്ന ഡേ ഫ്രൈ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഞങ്ങൾ കോഴിക്കോട് വന്നതുകൊണ്ട് കുറച്ച് വെറൈറ്റി ഒക്കെ ഓർഡർ ചെയ്യാൻ എഴുതിയിട്ടാണ്. ഞങ്ങൾ പലതും വെറൈറ്റി ഡിഷസൊക്കെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ബോധിച്ചില്ലെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും തന്നെ ഫുഡുകളൊന്നും അങ്ങോട്ട് പിടിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലോട്ടാണ്. അവിടെ നമ്മൾ പോയപ്പോൾ ഈ തൈവാൻ ബബിൾ ബേ എന്ന് പറഞ്ഞ ഈ ഒരു ഷേക്കാണ്. ബട്ട് സംഭവം ഓക്കെ ആയിരുന്നു. നമുക്കൊരു വൺ ടൈമൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല, ബട്ട് ഓക്കെ ആയിരുന്നു. അവിടുന്ന് വൈകുന്നേരം നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു കരിക്കശി കുടിച്ച് 10 പൈസ കൊള്ളത്തിലായിരുന്നു. ശേഷം നമ്മൾ വൈകുന്നേരത്തോടെ സിറ്റി ഹോട്ടലിൽ വന്ന് ഇവിടുന്ന് ഞങ്ങൾ അപ്പവും അതിൻ്റെ കൂടെ ഒരു ബീഫ് അലത്തിയതും കൂടെ പറഞ്ഞാണ് 10 പൈസ കൊള്ളത്തിലായിരുന്നു. അതിൻ്റെ ക്ഷീണം മാറാനായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് കളയുന്ന ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ആ ക്ഷീണം മാറിയത്. പിറ്റേ ഞങ്ങൾ നേരെ പോയത് മിഠായി തെരുവിലാണ്. അവിടുന്ന് നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഞങ്ങളൊരു ഷേക്കും എല്ലാം വാങ്ങിച്ചു കുടിച്ച് നേരെ പോയത് ശങ്കരം ബേക്കറിലോട്ടാണ്. അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് അലുവയെല്ലാം മേടിച്ച് നേരെ വന്നത് അംബിക ഹോട്ടലിലാണ്. ഇവിടെ നമുക്ക് നമുക്ക് അമ്മാസിലുണ്ടായിരുന്ന അതേ ഒരു ഫുഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഏതായിരുന്നു കൊമ്പനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ പോയത് അമ്മാസ് തന്നെ ആയിരുന്നു. കാരണം അവിടുത്തെ ഒരു ഫിഷിൻ്റെയൊക്കെ ഒരു ഗ്രേവിയുടെ തിക്നെസ്സും കാര്യങ്ങളുമായിരുന്നു ഞങ്ങൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടത്. ഈ കാണുന്ന ചെമ്മീൻ ഫ്രൈയും കൊള്ളായിരുന്നു. ശേഷം നമുക്ക് അവിടുന്ന് ഒരു കുറച്ച് പായസം എല്ലാം കുടിച്ച് നമ്മൾ രാത്രിയുടെ കൂടി നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. അവിടെ നമ്മൾ ഈ കാണുന്ന ഒരു കാടൻ ഫ്രൈ ഞങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അത് കൊള്ളായിരുന്നു, നൈസായിരുന്നു. ശേഷം രാത്രി അവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ ശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ എത്തിയത് നമ്മുടെ ഹോട്ടൽ റഹ്മത്തിലായിരുന്നു. കോഴിക്കോടൻ ബിരിയാണി കഴിക്കാനായിട്ട് പറ്റിയ ഹോട്ടൽ ഏതാണ്ട് തപ്പി നടന്ന അവസാനം ഈ ഹോട്ടൽ റഹ്മത്തിലെത്തിയത്. പക്ഷേ പറയാലോ ഗൈസ്, ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ലഗൂൺ ബിരിയാണി, ഞാനൊരു മട്ടൻ ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായി മറക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്